ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നേ നല്ലൊരു അടിപൊളി ഒരു ചൂര കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു ചൂരക്കറി വെച്ചാലോ നമുക്ക്. അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ചൂര. നല്ല അടിപൊളി ചൂരയാണ്, നല്ല ഫ്രഷ് ചൂര കണ്ടോ, വെള്ളച്ചൂര കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്നാ പേര് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് പൊളിച്ച് നല്ല പീസാക്കി നല്ല അടിപൊളി ഒരു കറിയും വെച്ചാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോഴേ നമുക്ക് ചൂര വെട്ടിയാൻ വേണ്ടി ആദ്യം നമുക്ക് ഈ സാധനം അങ്ങോട്ട് ചിറക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നല്ല വെള്ളച്ചൂരയാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു മീൻ തന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ലാസ്റ്റ് കട്ട് ചെയ്താലും മതി. ഇനി നമുക്ക് ഈ സാധനം ഇതിൻ്റെ മുതുക് ഇങ്ങനെ ഇതിങ്ങോട്ട് നല്ല മൂർച്ചയുള്ള കത്തി വേണം കേട്ടോ ഇത് കട്ട് ചെയ്യാൻ. ഇങ്ങനെ അങ്ങോട്ട് വെട്ടി വിടണം. കണ്ട അപ്പോഴേ നമുക്കിതിൻ്റെ തൊലി പൊളിക്കാനായിട്ടുള്ളതില്ല കേട്ടോ. അത്ര വലിയ ചൂരയല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ തൊലി അങ്ങോട്ട് പൊളിക്കാൻ മാത്രമുള്ളതില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബ്ലാക്ക് ഇതിൻ്റെ ഇതില്ലേ ഇവിടെ മാത്രം ഒന്നിങ്ങനെ ചെത്തിക്കളയാം കേട്ടോ. തൊലി നമുക്കിതിൻ്റെ പൊളിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുറേ സമയമെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇതിങ്ങനെയൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. വേണ്ട, കുറച്ച് വലിയ ചൂരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊലിയൊക്കെ പൊളിച്ച് തന്നെ കറി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ പൊളിക്കാനുള്ളതില്ല. എന്താ അപ്പോൾ ഗൈസ്, നമ്മുടെ മീനെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി അതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് ഇതെല്ലാം ചെത്തി കളഞ്ഞ് നല്ല റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് പീസാക്കാം. ഞാൻ നടുവ് ഇങ്ങനെ ഒന്ന് മുറിക്കുന്നുണ്ട്. എന്താ ഇനി ഇതൊന്ന് പെട്ടെന്നൊന്ന് ഞാൻ ചെറിയ പീസുകളാക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ മീനെല്ലാം പീസാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെറിയ പീസാക്കിയത് കേട്ടോ, ഒത്തിരി വലിയ പീസല്ലേ. കണ്ടോ. ഇപ്പോൾ ഗൈസ്, നമ്മൾ മീനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്ത് വന്നപ്പോൾ നമുക്കധികം മീനില്ല കേട്ടോ. അത് ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് കറി വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നമ്മളെ ഒരു 4-5 ചോള വെളുത്തുള്ളി. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇച്ചിരി കൊഴുപ്പിച്ച കേട്ടോ ഞാൻ കറി വെക്കുന്നത്, ഒത്തിരി ലൂസ് ഗ്രേവി കറിയല്ല കേട്ടോ. പിന്നെ 2 സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെറിയുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോഴേ പിന്നെ മീൻകറി നമുക്ക് പല രീതിയിൽ വെക്കാം, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. പിന്നെ തേങ്ങ അരച്ച് മീൻകറി വെക്കാം, മുളകിട്ട് വെക്കാം, തേങ്ങാപ്പാലിൽ ഒഴിച്ച് കറി വെക്കാം. തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച് കറി വെക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ദിവസം നല്ല അധികം സമയം ഇരിക്കില്ല, പെട്ടെന്ന് കേടായിപ്പോൾ. ഇപ്പോൾ രാവിലെയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ അതാ ദിവസം കറി തീരണം എന്നുള്ളതാണ് നമ്മൾ തേങ്ങ അരച്ച് കറി വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ മുളകിട്ട് അങ്ങനെ മുളകിട്ട് നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് പുളി ഉപ്പെല്ലാം കൂടെ മീനയിലോട്ട് നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും മുളകിട്ട്. അപ്പോൾ മുളകിട്ട് നമുക്ക് കറി വെക്കാം. പിന്നെ ഞാൻ വീഡിയോയിൽ തേങ്ങ അരച്ചുള്ള കറി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് സവോള നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. എല്ലാം ഒരേ കട്ടിങ് ആയിരിക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സോട്ടായിട്ട് കിട്ടും. ഇതിനകത്തൊരു സവാള കഷ്ണം
കഴിഞ്ഞു. ഓക്കെ, ഇനി ചെറിയ ഉള്ളി കട്ട് ചെയ്യും. അത് ചെറിയ മുളക്, എരിവില്ലാത്ത മുളകല്ലേ, ഇത് പിടിച്ചോ. ചെറിയ ഉള്ളി ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്യാം കേട്ടോ. ചെറിയ ഉള്ളി കുറച്ചേ എടുത്തിട്ടുള്ളേ. ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക്. പക്ഷെ നമുക്ക് ചെറിയ ഉള്ളി തന്നെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ചെറിയ ഉള്ളി നമുക്ക് കട്ട് ചെയ്യണം. ഞാൻ ഇച്ചിരി തിക്കായിട്ടാണ് കേട്ടോ കറി ചെയ്യുന്നത്, ഒരു ലൂസായിട്ട് ഉള്ള കറിയല്ല. ഇനി നമുക്ക് ഇഞ്ചി കട്ട് ചെയ്യാം കേട്ടോ. ഇഞ്ചി നല്ല നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഉണ്ടോ രണ്ട് ചെറിയ 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 പീസുകളായിട്ട് കട്ട് ചെയ്യുന്നത്. നന്നായിട്ട് സോട്ടായിട്ട് കിട്ടും നമ്മളിങ്ങനെ ഇഞ്ചി കട്ട്. അപ്പം നമ്മൾ വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ നമുക്ക് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാവേ. പച്ചമുളക് നമ്മൾ ആവശ്യത്തിനെടുത്താൽ മതി കേട്ടോ. ഇച്ചിരി സ്പൈസി കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കുറച്ച് കൂടുതലിടാം കേട്ടോ. നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നല്ല ഫൈനായിട്ട് അതും സ്ലൈസ് ചെയ്തെടുക്കണേ. നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്ത് നമുക്ക് അതുകൊണ്ട് എല്ലാ കട്ടിങ്ങും സ്ലൈസിങ്ങും ഒരേ കട്ടിങ് ആയിരിക്കണേ. എന്നാലേ നമുക്ക് നന്നായിട്ട് സോട്ടായിട്ട് കിട്ടുള്ളൂ തക്കാളി, അല്ലെങ്കിൽ തക്കാളിയായിട്ട് തന്നെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഗ്രേവിക്ക് ഇച്ചിരി തക്കാളി ഞാൻ കൂടുതലിടുന്നുണ്ട്, അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും കൂടെ കിട്ടുമേ. അപ്പോഴേ 2-3 കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല പുളിയുള്ള പുളിയാണിത്. ഒരു 4 ചുള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചെറുതും. ഇതും നമുക്കൊന്ന് ജസ്റ്റ് നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് പോകാവേ. അപ്പോഴേ നമ്മൾ തീ കത്തിക്കാൻ പോകണേ. ചെറിയൊരു പാത്രം കേട്ടോ ഞാനെടുത്ത്. നമുക്ക് അധികം മീനില്ലല്ലോ, ഈ ഒരു പാൻ മതിയാവും. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അകത്തോട്ട് കുറച്ച് കടുക് കേട്ടോ, അധികം കടുക് വേണ്ട നമുക്ക് മീൻ കറി, കുറച്ച് കടുക്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഞാനൊരു കുറച്ച് ഉലുവ ഇത് ഇത്രയും അതുകൂടെ അങ്ങിട്ടേ. ഇപ്പോൾ ഉലുവ പൊടി ഇട്ടാലും ഒന്നും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മുടെ മലയാളികളുടെ എല്ലാം ടേസ്റ്റിൻ്റെ മെയിൻ സാധനമാണല്ലോ ഇത്, കറിവേപ്പില. അത് ഞാൻ ആഡ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്യാവേ. വെളുത്തുള്ളി നന്നായിട്ട് സോട്ടാകണം കേട്ടോ, നല്ല ഗോൾഡൻ കളറാവണേ. എന്നാലും നമുക്ക് ആ മീൻകറിക്ക് ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. വെളുത്തുള്ളി നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാം കേട്ടോ. നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യാവേ. ഇനി അതും ജസ്റ്റ് ഒന്ന് സോട്ടാവണേ. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഈ ചെറിയ ഉള്ളി സവോളയും നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ വന്നിട്ട് കേട്ടോ. നമുക്ക് അത് നന്നായിട്ടൊന്ന് സോട്ടാകുന്നൊരു വെയിറ്റ് ചെയ്യാവേ. ഇളക്കി കൊടുക്കാം. ഞാൻ ഈ ഗ്രേവിക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതൽ വേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി സവാള കൂടുതലിട്ടെ. അപ്പോൾ സവാള ഒത്തിരി കൂടുതലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറി മധുരിക്കും. അപ്പം നന്നായിട്ട് അതങ്ങ് സോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുരിക്കില്ല കേട്ടോ. സവാള നന്നായിട്ട് സോട്ടാവുകയാണെങ്കിൽ മധുരിക്കില്ല. അപ്പം നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാടിയ പോലെ നന്നായിട്ട് സോട്ടാകണം, അല്ല പിന്നെ കറി മധുരിക്കും.
ടൊമാറ്റോയും പിന്നെ ഉള്ളി സവോള എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. പക്ഷേ ജസ്റ്റ് ഒരു കാര്യമുള്ളൂ, നന്നായിട്ട് ഉള്ളി സോട്ടാവണം. ഇനിയിപ്പോൾ നമുക്ക് ഈ സവോള പെട്ടെന്നൊന്ന് സോട്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ആഡ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് സോട്ടാകും ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം മീനൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി ആഡ് ചെയ്യാനേ. അപ്പം നമ്മുടെ ഒണിയൻ ഏകദേശം സോട്ടായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കണ്ടോ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി വെച്ച് കഴിയുമ്പോൾ ആ ഒണിയൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവില്ല. നമുക്ക് കറിക്ക് നല്ല അത്യാവശ്യം തിക്നെസ്സും കിട്ടും. അപ്പോൾ അതാട്ടോ നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനൊരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾ പൊടി ഒത്തിരി ആവണ്ട. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടി കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആട്ടെ ഞാൻ ആഡ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഓവറായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് സ്ലോ ഫയറിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ല പിന്നെ കാശ്മീരി ചില്ലി പൗഡർ എരിവും അധികം ഇല്ലാത്തതുകൊണ്ട് കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും. അപ്പം മഞ്ഞൾ പൊടി ആഡ് ചെയ്തു, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ സാദാ കുറച്ച് മുളക് പൊടിയും കൂടെ. അപ്പം നമ്മുടെ മസാലയെല്ലാം സോട്ടായിട്ടുണ്ട് കേട്ടോ. മസാലയുടെ സ്മെല്ലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് വെക്കാവേ. തക്കാളി നന്നായിട്ട് സോട്ടാവണം. തക്കാളി കാണാൻ പാടില്ല, അത് ഉണക്ക് നന്നായിട്ട് സോട്ടാവണം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ തക്കാളി നല്ല വെന്തുടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തക്കാളി നല്ല വെന്തുടഞ്ഞിരിക്കും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. എന്താ, അപ്പം നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫിഷ് മസാലയൊക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ഈ ഒരു തിക്നെസ്സിലുള്ളൊരു ഗ്രേവി കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നല്ല തക്കാളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് പുളി അങ്ങ് ആഡ് ചെയ്യും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിരിക്കുന്നതാണേ. വെള്ളം വേറെ നമ്മൾ സെപ്പറേറ്റ് പുളി തിളപ്പിച്ച് ആ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ പുളിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടേ. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുവാണേ. നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട, നല്ല കൊഴുത്ത ഗ്രേവിയാണല്ലോ നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളേ. അപ്പോൾ നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണേ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യുവാണേ. മീനൊക്കെ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് എന്താണെങ്കിലും വേണം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കുറേശ്ശെ പെറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. മീൻ ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് നല്ല ഉറപ്പ് വെക്കും കേട്ടോ. മീനിന് ചൂരമീനില്ല, ഏത് മീനാണേലും ആ പുളിവെള്ളത്തിലോട്ട് വന്ന് കഴിയുമ്പോൾ മീൻ ഇച്ചിരി ഒന്ന് ഉറയ്ക്കും. പിന്നെ മീനായതുകൊണ്ട് അധികം വേവൊന്നുമില്ല, ഏറ്റവും പെട്ടെന്ന് വേകുന്നൊരു നോൺ വെജ് ഐറ്റം ആണല്ലോ ഫിഷ്. ചിക്കനും ബീഫ് അങ്ങനെയുള്ളതിനൊക്കെ അപേക്ഷിച്ച് ഏറ്റവും പെട്ടെന്ന് വേകുന്നൊരു നോൺ വെജ് ഐറ്റമാണ് ഫിഷ്. അധികം സമയമൊന്നും വേണ്ട വേവാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഒത്തിരി കുത്തി ഇളക്കല്ലേ കേട്ടോ. ഒത്തിരി കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ ഗ്രേവിക്കകത്തൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങാൻ കണക്കിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഒത്തിരി ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോവേ കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അങ്ങോട്ട്
കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് നമുക്ക് ബോയിൽ ചെയ്യാം കേട്ടോ. അപ്പോഴേ നമ്മുടെ മീൻകറി റെഡി ആക്കണം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തവിയിട്ട് ഒത്തിരി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നല്ല തിക്ക് ഗ്രേവിയും കൂടെ ആയതുകൊണ്ട് മീൻ മൊത്തം പൊടിഞ്ഞു പോകും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് കുലുക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. മീനൊക്കെ അത് വെന്തിട്ടുണ്ട്, അധികം സമയമൊന്നും വേണ്ടല്ലോ മീൻ വേകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പച്ച കറിവേപ്പില നല്ല വൃത്തിക്ക് ഒന്ന് ഞരടി എൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവറായിരിക്കും നല്ല ഈ പച്ച കറിവേപ്പില. ഇത് കണ്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഞരടി അങ്ങോട്ടിട്ട് കണ്ടോ വന്നിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു മണമായിരിക്കും, കറിക്ക് നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി നമുക്ക് ഫയർ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ, ഒരു ഒറ്റ മിനിറ്റ്. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നിറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലേവറൊക്കെയാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. നമ്മൾ സാറിന് വീട്ടിലൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി ലൂസായിട്ടല്ലേ വെക്കുന്നത്, ഇത് ഇച്ചിരി നല്ല തിക്കിൽ കറി. അപ്പോൾ ആ ഉള്ളി നന്നായിട്ട് സോട്ട് ചെയ്യണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ മധുരം ഉണ്ടാവും കറിക്ക്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയേ, നല്ല വെടിക്കെട്ട് ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോഴേ ഇതുണ്ടോ നമ്മുടെ മീൻ കറി ജസ്റ്റ് ഇപ്പോൾ അങ്ങോട്ടാക്കി ഓഫാക്കിയതുള്ളൂ. അപ്പം ഈ മീൻ കറി നമുക്ക് നാളെ ആകുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. മീൻ കറി അല്ലെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് കുറച്ച് സമയം ഒന്ന് ആ ഗ്രേവിയിലൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമുക്ക് കുറച്ച് സമയം ഇരുന്നിട്ട് എപ്പോഴും മീൻ കറി ആ ചൂടൊക്കെ ഒന്ന് ആറി കഴിഞ്ഞിട്ട് കഴിക്കാനായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഗ്രേവി നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല തിക്ക് ഗ്രേവി, നല്ല സൂപ്പർ ഗ്രേവിയാണ്. പിന്നെ മീനാലോട്ട് ഈ പറഞ്ഞ കണക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരണം. കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നല്ല അടിപൊളി കറിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി കറിയാണേ. അപ്പോൾ ഇത് ഗുണമുള്ള അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യട്ടോ. നല്ല അടിപൊളി ഒരു സംഭവമാണ് റൈസ്, സെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ്. എല്ലാവർക്കും മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്രൈഡ് റൈസ് ആട്ടോ. നല്ല സ്പൈസിയും ആവശ്യത്തിന് പുളിയും ഒക്കെയുള്ള നല്ല കിട്ടിലൊരു റൈസ്, നല്ല ടേസ്റ്റുള്ള റൈസ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഇത് കണക്കുള്ളൊരു കിട്ടിലൻ വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.